വാം വെൽക്കം എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസും സിമിലർലി അതിൻ്റെ ചില സ്പെഷ്യൽ കേസസും ആണ് ചെക്ക് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ, അതായത് ലോസ്ലെസ് ലൈൻ, സിമിലർലി ലോ ലോസ് ലൈൻ, സിമിലർലി പ്രൈമറി കോൺസ്റ്റൻസ് എന്താണ്, സെക്കൻഡറി കോൺസ്റ്റൻസ് എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്ത് പോകുന്നത്. ഇതിനു മുമ്പിലുള്ള ട്യൂട്ടോറിയലിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷനും ഇസഡ് നോട്ടും ഗാമയും ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ട്യൂട്ടോറിയൽ വരുന്നത്. സോ ഫസ്റ്റ് കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. സോ ഈ ഇൻപുട്ട് ഇംപിഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ട്രാൻസ്മിഷൻ ലൈൻ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു. ഈ ട്രാൻസ്മിഷൻ ലൈൻ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്ന ഇംപിഡൻസ് ഞാൻ ഇസഡ് എൽ ആയിട്ട് മാർക്ക് ചെയ്യാണ്. റൈറ്റ്, ഇസഡ് എൽ ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഈ പോയിന്റിനെ ഞാൻ ഇസഡ് ഈക്വൽ ടു 0 ആയിട്ടും മാർക്ക് ചെയ്യാണ്. ഇനി അതായത് നമ്മൾ എടുക്കുന്ന ഇസഡ്, അതായത് ലോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത്. സോ ലോഡ് സൈഡ് ഇസഡ് ഈക്വൽ ടു 0 ആയിട്ട് എടുത്തു ഞാൻ. എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇംപിഡൻസാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഈ ഇംപിഡൻസാണ് ഇൻപുട്ട് ഇംപിഡൻസ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നതും. സോ അതിൽ ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്: ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് എൽ പ്ലസ് ഇസഡ് നോട്ട് ടാൻ എച്ച് ഗാമ എൽ ഡിവൈഡഡ് ബൈ ഇസഡ് നോട്ട് പ്ലസ് ഇസഡ് എൽ ടാൻ എച്ച് ഗാമ എൽ. റൈറ്റ്, ഇത് എൽ ഡിസ്റ്റൻസ് മാറി ഉള്ള ഇംപിഡൻസ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെന്ത് എല്ലാണെന്ന് അസ്യൂം ചെയ്ത്. ഇപ്പോൾ വളരെ ആപ്ലിക്കേഷൻ ഉള്ള ഒരു എക്സ്പ്രഷനാണ്. ഇതിലെ ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ്. ഇസഡ് ഇൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈനാണ്. ഈ രണ്ട് പോയിന്റുകളിൽ നിന്നുള്ള ഇംപിഡൻസ് ഞാൻ ചെക്ക് ചെയ്യാണ്. ഇസഡ് എൽ എന്ന് പറയുന്നത് ലോഡ് ഇംപിഡൻസ് ആണ്. സിമിലർലി ഗാമ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി എൽ എന്ന് പറയുന്നത് ആ ലോഡ് ഇംപിഡൻസിൽ നിന്ന് എത്ര ദൂരം മാറിയിട്ടാണ് നമ്മൾ ഇംപിഡൻസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ റിലേറ്റ് ചെയ്ത് പോകുന്നത്. സോ ഇൻപുട്ട് സൈഡിലെ ഇംപിഡൻസ് ആക്ച്വലി ലോഡ് സൈഡിൽ മാറുമ്പം ഇസഡ് എൽ ആയിട്ടിത് മാറിയിരിക്കുകയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ എക്സ്പ്രഷൻസ് വെച്ച്. സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി ഈ പറയുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈനെ എനിക്കൊരു ഇംപിഡൻസ് ട്രാൻസ്ഫോമറായിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇംപിഡൻസ് ട്രാൻസ്ഫോമർ. റൈറ്റ്, ഇനി ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ് നോക്കേണ്ടത്. ലോഡ് സൈഡ് ഓപ്പൺ സർക്യൂട്ട് ആവുന്നതും ഷോർട്ട് സർക്യൂട്ട് ആവുന്നതും സിമിലർലി ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൽ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും. സോ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാണ്. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം ഇസഡ് എൽ ഈക്വൽ ടു 0 ആയിട്ട് വരും. സോ ഇസഡ് ഇൻ ഈക്വൽ ടു ഇസഡ് നോട്ട് ഇൻറ്റു 0 പ്ലസ് ഇസഡ് നോട്ട് ടാൻ എച്ച് ഗാമ എൽ, റൈറ്റ്, ഡിവൈഡഡ് ബൈ എഗെയിൻ ഇസഡ് നോട്ട്. ഇസഡ് എൽ ടാൻ എച്ച് ഗാമ എൽ 0 ആയി, കാരണം ഇസഡ് എൽ 0 ആയിട്ട് മാറി. സോ ഇതിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും ഇൻപുട്ട് ഇംപിഡൻസ് ഈക്വൽ ടു ഇസഡ് നോട്ട് ടാൻ എച്ച് ഗാമ എൽ. റൈറ്റ്, അതിനോടൊപ്പം ഈ എക്സ്പ്രഷൻസ് ഒന്നും ബൈഹെഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ എക്സ്പ്രഷൻ പഠിക്കേണ്ട, ബട്ട് ഈ എക്സ്പ്രഷൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അത് കോമ്പറ്റേറ്റീവ് എക്സാംസോ റിലേറ്റഡ്ലി നമ്മൾ എന്ത് നോക്കിയാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. പ്രാക്ടിക്കലി വളരെ ആപ്ലിക്കേഷൻ ഉള്ളത് കേസും കൂടെയാണിത്. ഒരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഞാൻ വിട്ടപ്പോൾ സിഗ്നലൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നു. ആസ് ആൻ എഞ്ചിനീയർ എവിടെയാണ് ഈ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ആ ഒരു ടൈമിൽ പലപ്പോഴും യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സാക്ട്ലി എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പോസിബിളാണ്. ഷോർട്ട് സർക്യൂട്ട് ആവുന്ന കേസായാലും സിമിലർലി ഓപ്പൺ സർക്യൂട്ട് ആവുന്ന കേസാണെങ്കിലും. സോ സെക്കൻഡ് കേസ് അത് തന്നെയാണ്, ഓപ്പൺ സർക്യൂട്ട് ആവുന്ന കേസാണ്. ഓപ്പൺ സർക്യൂട്ട് ആവുക എന്ന് പറയുമ്പം ഇസഡ് എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയി. ഷോർട്ട് സർക്യൂട്ട് ആയപ്പോൾ ഇസഡ് എൽ ഈക്വൽ ടു 0 ആയിരുന്നു. റൈറ്റ്, സോ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പം ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് എൽ ഇൻഫിനിറ്റി ആയി. അപ്പം ഇതെന്തായാലും ഒരു പ്രാക്ടിക്കലി ഉള്ളൊരു വാല്യൂ ആണ്. സോ ന്യൂമറേറ്റർ സൈഡിൽ ഇസഡ് എൽ മാത്രമേ കാണത്തുള്ളൂ, ബിക്കോസ് ഇസഡ് എൽ ആണ് വെരി മച്ച് ലാർജ് കമ്പയർഡ് ടു ഇസഡ് നോട്ട് ടാൻ എച്ച് ഗാമ എൽ. സിമിലർലി ഡിനോമിനേറ്റർ സൈഡിലും ഇസഡ് എൽ ടാൻ എച്ച് ഗാമ എൽ എന്ന ടേം മാത്രമേ കാണത്തുള്ളൂ, കാരണം ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിനേക്കാളും വളരെ ഹയർ വാല്യൂ ആയിരിക്കും ഇസഡ് എൽ ടാൻ എച്ച് ഗാമ എൽ. സോ ഇസഡ് എല്ലും ക്യാൻസൽ ചെയ്യാം. സോ അതിൽ നിന്ന് ഇസഡ് നോട്ട് ബൈ ടാൻ എച്ച് ഗാമ എൽ ഓർ ഇസഡ് നോട്ട് കോട്ട് എച്ച് ഗാമ എൽ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. റൈറ്റ്, സിമിലർലി ഇതിൻ്റെ ലാസ്റ്റ് കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നു.
ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ടെർമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ZL ഈക്വൽ ടു Z0 ആയി. സോ Z ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Z0 ഇൻറ്റു അഗെയിൻ ZL എന്ന് പറയുന്നത് Z0 ആയി. Z0 പ്ലസ് Z0 tan H ഗാമ L ഡിവൈഡഡ് ബൈ Z0 പ്ലസ് Z0 tan H ഗാമ L. റൈറ്റ്. സോ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് Z ഇൻപുട്ട് ഈക്വൽ ടു Z0 ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ ലൈൻസിനെ പാരാമീറ്റേഴ്സിനെ അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി പാരാമീറ്റേഴ്സും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി പാരാമീറ്റേഴ്സുമാണ്. പ്രൈമറി പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് R, L, G ആൻഡ് C. റൈറ്റ്. പ്രൈമറി പാരാമീറ്റേഴ്സ്. സിമിലർലി സെക്കൻഡറി പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന, റൈറ്റ്, സെക്കൻഡറി പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന RLGCയിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന Z0 ആൻഡ് ഗാമയാണ്. റൈറ്റ്. Z0 ഗാമയും Z0 ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ്. സിമിലർലി ഗാമ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും ആയിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് നമ്മൾ നേരത്തെ കിട്ടിയതാണ്. ആ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസിൻ്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസസ് ആണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോസ്ലെസ് ലൈൻ ആവുകയാണെന്നുള്ളതാണ്. ലോസ്ലെസ് ലൈൻ ആവുമെന്ന് പറയുമ്പോൾ പ്രൈമറി കോൺസ്റ്റൻസ് ആയിട്ടുള്ള R, L, G ആൻഡ് Cയിൽ ലോസി എലമെൻറ്റ്സ് എന്ന് പറയുന്ന Rഉം Gയും ആണ്. റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും. ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ബേസിക്കലി എനർജി സ്റ്റോറേജ് എലമെൻസും ആണ്. റൈറ്റ്. സോ Z0ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. Z0 ഈക്വൽ ടു R√R പ്ലസ് J ഒമേഗ L ഡിവൈഡഡ് ബൈ G പ്ലസ് J ഒമേഗ C. അപ്പം ലോസ് ഇല്ലാത്ത ലൈൻ, ലോസ്ലെസ് ലൈൻ, അപ്പം Rഉം Gയും 0 ആകുന്ന ലൈൻസാണ്. സോ നമുക്ക് Z0 ഈക്വൽ ടു √L/C എന്ന് ഒപ്റ്റെയിൻ ചെയ്യും ലോസ്ലെസ് ലൈൻ ആണെങ്കിൽ. റൈറ്റ്. √L/C എന്ന് പറയുമ്പോൾ പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടത് മാറും. റൈറ്റ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. സിമിലർലി നമുക്ക് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷനും കൂടെ ചെക്ക് ചെയ്യണം. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു √R പ്ലസ് J ഒമേഗ L ഇൻറ്റു G പ്ലസ് J ഒമേഗ C. അഗെയിൻ ലോസ്ലെസ് ലൈൻ ആകുമ്പോൾ Rഉം Gയും 0 ആവുകയാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് J ഒമേഗ L J ഒമേഗ C. ദാറ്റ് മീൻസ് J ഒമേഗ എനിക്ക് സ്ക്വയർ റൂട്ടിന് ഔട്ട് സൈഡ് ആയിട്ട് എടുക്കാം. ബാലൻസ് ഉള്ളത് √LC ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്തു. റൈറ്റ്. അപ്പം ഇതിൽ നിന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം ഗാമയ്ക്ക് വേറൊരു എക്സ്പ്രഷനും കൂടെ ഉണ്ട്. ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് J ബീറ്റയാണ്. സോ ഇതും ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ J ഒമേഗ √LC ആയിട്ട് കമ്പയർ ചെയ്യുമ്പം റിയൽ പാർട്ട് ഇവിടെ ഇല്ല. റൈറ്റ്. ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. റൈറ്റ്. സോ നമുക്ക് ബീറ്റ ഈക്വൽ ടു ഒമേഗ √LC ആയിട്ട് ഡിനോട്ട് ചെയ്യാം. പല പ്രാക്ടിക്കൽ കേസുകളിൽ നമ്മൾ ബീറ്റ ഈക്വൽ ടു ഒമേഗ √LC എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ലോസ്ലെസ് ലൈനിൽ നിന്ന് അടുത്ത് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന ടേമും ഇതാണ്. ആൽഫ ഈക്വൽ ടു 0 ആയിട്ടാണ് ഒപ്റ്റെയിൻ ഉണ്ടാകുന്നത്. കാരണം ലോസ്ലെസ് എന്ന് പറയുമ്പോൾ തന്നെ ലോസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ അറ്റന്യൂഷൻ ഇല്ല എന്നുള്ള മീനിങ്ങാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ മിനിമം അറ്റന്യൂഷനാണ്. സോ മിനിമം അറ്റന്യൂഷനുള്ള ലൈനിൻ്റെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. മിനിമം അറ്റന്യൂഷൻ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് നമുക്കറിയാം L ആൻഡ് C. റൈറ്റ്. സോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ∂/∂L ഓഫ് ആൽഫയാണ് അറ്റന്യൂഷൻ, അത് 0 ആകണം. സിമിലർലി ∂/∂C ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആകണം. ഈ രണ്ട് കണ്ടീഷൻസും 0 ആകുന്നു എന്ന് പറയുമ്പോൾ ∂α/∂L ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് ഹെവിസൈഡ് കണ്ടീഷൻ ഓർ LG ഈക്വൽ ടു RC. സിമിലർലി ∂α/∂C ഈക്വൽ ടു 0 ആണെങ്കിലും ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് വരുന്നത് LG ഈക്വൽ ടു RC. സോ LG ഈക്വൽ ടു RC എന്ന് പറഞ്ഞ് വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം അറ്റന്യൂഷനാണ് അവിടെ ഒക്കർ ചെയ്തിരിക്കുന്നത്. LG ഈക്വൽ ടു RC. റൈറ്റ്. ഇനി അതിനോടൊപ്പം ആ സമയത്ത് മിനിമം അറ്റന്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് √RG ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. അതായത് L-ഉം C വിട്ട് ബാലൻസ് ഉള്ള ടേംസിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. സോ നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനും കൂടെയാണ് മിനിമം അറ്റന്യൂഷൻ്റെത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ, ട്രാൻസ്മിഷൻ ലൈൻസ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ മിനിമം അറ്റന്യൂഷൻ വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം. പ്രാക്ടിക്കലി നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R-ൻ്റെ വാല്യൂ വളരെ ഹയർ ആയിരിക്കും. പ്രാക്ടിക്കലി R വെരി ഹയർ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ LG മസ്റ്റ് ബി വെരി ഹൈ. LG ഹൈ ആക്കാൻ G നമുക്ക് ഹയർ ആക്കാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് L നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പം L ഈ രീതിയിൽ ഈ പറയുന്ന ഹെവിസൈഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ലോഡിംഗ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റ്.
സോ എൽ ജി ഈക്വൽ ടു ആർ സി എന്ന് പറയുന്ന മിനിമം അറ്റ്യൂനേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എൽ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ലോഡിംഗ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ലോഡിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ടൊന്ന് മനസ്സിലാക്കേണ്ടത് ഇൻഡക്റ്റൻസ് ആണ് അവിടെ ഇൻക്രീസ്ഡ് ആവുന്നത്. ഹെവിസൈഡ് കണ്ടീഷൻ വെച്ച് സാറ്റിസ്ഫൈ ആണെങ്കിൽ എൽ ജി ഈക്വൽ ടു ആർ സി ആയിരിക്കണം. പ്രാക്ടിക്കലി ട്രാൻസ്മിഷൻ ലൈനിൽ എപ്പോഴും റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു എൽ ഓർ ജി. അപ്പം അതുകൊണ്ട് തന്നെ ആർ സി ടേം വളരെ ഹയർ ആകാം, റൈറ്റ്. ആർ എനിവേ വളരെ ഹയർ ആയിരിക്കും. സോ അതുകൊണ്ട് ആർ ഹയർ ആകുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എല്ല് വളരെ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ വരുന്നതിനെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. എഗെയിൻ ലോഡിംഗ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ലോഡിങ്ങും സിമിലർലി ലംപ്ഡ് ലോഡിങ്ങും. കണ്ടിന്യൂസ് ലോഡിങ്ങിൽ യൂണിഫോംലി ആ ട്രാൻസ്മിഷൻ ലൈൻ കംപ്ലീറ്റ്ലി തന്നെ അതിൻ്റെ ഇമ്പിഡൻസ് കൂടുതലായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, റൈറ്റ്. യൂണിഫോംലി അതിൻ്റെ ഇമ്പിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, യൂണിഫോംലി ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതാണ് കണ്ടിന്യൂസ് ലോഡിങ്, റൈറ്റ്. ലംപ്ഡ് ലോഡിംഗ് ആണെങ്കിൽ അറ്റ് പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ പറയുന്ന ലംപ്ഡ് ലോഡിങ്സ് യൂസ് ചെയ്യുന്നത്. പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇൻഡക്റ്റൻസ് സഡൻലി കൂടുതലായിട്ടുള്ള ഫെറോ മാഗ്നറ്റിക് കോയിൽസ് എല്ലാം വൗണ്ട് ചെയ്താണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ടെലിഫോൺ ലംപ്ഡ് ലോഡിങ്. നെക്സ്റ്റ് നമുക്ക് ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. എപ്പോഴും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എക്സ്പ്രഷൻസ് നന്നായിട്ട് ബൈഹേർട്ട് ചെയ്യാൻ പറ്റും. ടിപ്പിക്കലി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയിരുന്നാലും ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് വരികയും ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവും. പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ വളരെ ഈസിലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. So first question ഇതാണ്. A transmission line has characteristic impedance equal to 50 ohm and a resistance of 0.1 ohm per meter. If the line is distortionless, find the attenuation constant. Right? Attenuation constant Napier per meterൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റോഷൻലെസ് ലൈൻ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റോഷൻലെസ് ലൈൻ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട മിനിമം അറ്റ്യൂനേഷൻ ലൈൻ, റൈറ്റ്. മിനിമം അറ്റ്യൂനേഷൻ ലൈൻ. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫോർമുലാസ് ആണ് വേണ്ടത്. സോ ഫോർമുലാസ് ഇതായിരുന്നു. എൽ ജി ഈക്വൽ ടു ആർ സി ആണ്. സിമിലർലി നമുക്കറിയാം ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ആയിരുന്നു, റൈറ്റ്. അതിനോടൊപ്പം നമുക്ക് ഇസഡ് നോട്ടിൻ്റെ എക്സ്പ്രഷൻ അറിയാം. ഇസഡ് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ജി പ്ലസ് ജെ ഒമേഗ സി. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇസഡ് നോട്ട് ഈക്വൽ ടു 50 ഓം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് പ്യുവർലി റെസിസ്റ്റീവാണ്. സോ അതുകൊണ്ട് തന്നെ ആറും ജിയും 0 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഇസഡ് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ബൈ സി ആയിട്ടാണ് നമുക്ക് വരുന്നത്, റൈറ്റ്. ഇനി നേരത്തെ നമ്മൾ കണ്ടു എൽ ബൈ സി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എൽ ജി ഈക്വൽ ടു ആർ സിയിൽ നിന്ന് എൽ ബൈ സി ഈക്വൽ ടു ആർ ബൈ ജി, റൈറ്റ്. എൽ ബൈ സി ഈക്വൽ ടു ആർ ബൈ ജി. സോ റൂട്ട് ഓഫ് എൽ ബൈ സി തന്നെയാണ് റൂട്ട് ഓഫ് ആർ ബൈ ജി ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യനിൽ ആൽഫയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ആൽഫ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് തരുന്നുണ്ട്, റെസിസ്റ്റൻസ് മാത്രമാണ് തരുന്നത്, ജി തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജീന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസഡ് നോട്ടും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ആർ ഈക്വൽ ടു 1 ബൈ റൂട്ട് ജി ഓർ റൂട്ട് ജി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ബൈ ഇസഡ് നോട്ട്, റൈറ്റ്. ഈ എക്സ്പ്രഷൻ ഇതിനെ ഞാൻ 2 ആയിട്ടും ഇതിനെ ഞാൻ 1 ആയിട്ടും ഡിനോട്ട് ചെയ്യാണ്. സോ 2 in 1 ഗീവ്സ് ആൽഫ ഈക്വൽ ടു റൂട്ട് ആർ ഇൻറ്റു റൂട്ട് ജി, ദാറ്റ് ഈസ് റൂട്ട് ആർ ബൈ ഇസഡ് നോട്ട്, റൈറ്റ്. റൂട്ട് ജിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ ഇസഡ് നോട്ട്. ആർ മെൻഷൻ ചെയ്തിരിക്കുന്ന 0.1 എന്നാണ്. ഇസഡ് നോട്ട് 50 ഓം ആയിട്ടും തരുന്നുണ്ട്, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002 നേപ്പേഴ്സ് പെർ മീറ്റർ, റൈറ്റ്. ഈ ആറും എല്ലും ജിയും സിയും നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന യൂണിറ്റ് നേപ്പേഴ്സ് ആണ്. ഇതിനെ നമുക്ക് പലപ്പോഴും ഡി ബിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അത് റിലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്. 1 നേപ്പേഴ്സ് പെർ കിലോമീറ്റർ ഈക്വൽ ടു 8.686 ഡി ബി പെർ കിലോമീറ്ററാണ്. പലപ്പോഴും ഈ കൺവേർഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നേപ്പേഴ്സ് പെർ മീറ്ററിലാണ് ആവശ്യപ്പെട്ടിരുന്നത്, റൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതാണ്. ഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഇഫ് ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് ഈക്വൽ ടു 100 ഓം ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇമ്പിഡൻസ് ഈക്വൽ ടു 25 ഓം. സോ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇസഡ് നോട്ട് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇസഡ് എസ് സി ഇൻറ്റു ഇസഡ് ഒ സി, റൈറ്റ്. സോ ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 100 into 25, 100 into 25 is 2500 equal to 50 ohm. സോ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് നമുക്ക് 50 ഓം ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്.
So next question, a transmission line section have a characteristic impedance of R0 plus J0. Find the input impedance. So അതിന് കറസ്പോണ്ടിങ് ഫിഗറും തന്നിട്ടുണ്ട്. സോ ഈ ഫിഗറിൽ നിന്ന് ഈ ഒരു പോർഷൻ ഇമ്പിഡൻസ് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. സിമിലർലി ഈ ഒരു പോർഷൻ്റെ ഇമ്പിഡൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പം ഞാൻ ഈ ഒരു പോർഷൻ്റെ ഇമ്പിഡൻസിനെ ഞാൻ R1 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. അത് റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും, കാരണം ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് R0 ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അത് കണക്ക് ഈ സെക്കൻഡ് പോർഷൻ്റെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ R2 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു, റൈറ്റ്? സോ ടോട്ടൽ ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ R1 R2 പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ R1 ഇമ്പിഡൻസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. R1 ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് പോയിന്റിലെ ഇമ്പിഡൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ അത് എഗെയിൻ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷനാണ് ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു Z0 ഇൻറ്റു ZL പ്ലസ് Z0 tan H ഗാമ L ഡിവൈഡഡ് ബൈ Z0 പ്ലസ് ZL tan H ഗാമ L, റൈറ്റ്? ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് പ്യുവർലി റെസിസ്റ്റീവായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ഇമ്പിഡൻസിനെ എനിക്ക് ഈ ഫോമിൽ ഡിനോട്ട് ചെയ്യാം. ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു ZL പ്ലസ് JZ0 tan ബീറ്റ L ഡിവൈഡഡ് ബൈ Z0 പ്ലസ് JZL tan ബീറ്റ L, റൈറ്റ്? കാരണം ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് പ്യുവർലി റെസിസ്റ്റീവായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അറ്റുനേഷൻ ഇല്ല എന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ അതുകൊണ്ട് ഗാമയ്ക്ക് ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. സോ ആൽഫ 0 ആവുകയാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ എക്സ്പ്രഷനെ ഈ ഫോമിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലുള്ള ഓരോ പാരാമീറ്റേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Z0 ക്വസ്റ്റ്യന് തരുന്നുണ്ട് R0, റൈറ്റ്? ZL ഫസ്റ്റ് കേസിൽ 2R0 ആണ്. 2R0 പ്ലസ് എഗെയിൻ Z0 എന്ന് പറയുന്നത് R0 ആണ്. സോ R0. നെക്സ്റ്റ് ബീറ്റ എൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബീറ്റ എന്ന് പറയുന്നത് 2π/λയാണ്. ഇവിടെ എൽ എന്ന് പറയുന്നത് λ/2 ആണ് ഫസ്റ്റ് കേസിൽ. സോ λ ക്യാൻസൽ ആവുന്നു, 2 × 2. സോ tan π ആയിട്ട് വരും, ഡിവൈഡഡ് ബൈ Z0 എന്ന് പറയുന്നത് എഗെയിൻ R0 പ്ലസ് ZL എന്ന് പറയുന്നത് 2R0 എഗെയിൻ tan π. tan π എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ടേം 0 ആയിട്ട് പോയി, ഈ ടേമും 0 ആയിട്ട് പോയി. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ ഒപ്റ്റെയിൻ ചെയ്യുന്ന R0 ക്യാൻസൽ ആവുന്നു, 2R0 ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. ഫസ്റ്റ് വണ്ണിൻ്റെ ഇമ്പിഡൻസ് R1. സിമിലർലി സെക്കൻഡ് കേസ് നമുക്ക് ചെക്ക് ചെയ്യാം. സെക്കൻഡ് കേസിൽ എഗെയിൻ ഈ എക്സ്പ്രഷൻ തന്നെയാണ്. ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു Z0. എഗെയിൻ Z0 എന്ന് പറയുന്നത് R0 ഇൻറ്റു ZL ഈസ് R0/2 പ്ലസ് Z0 ഈസ് എഗെയിൻ R0 tan ബീറ്റ L നമുക്കിവിടെ ചെക്ക് ചെയ്യുമ്പോൾ 2π/λ ഇൻറ്റു L ഈക്വൽ ടു λ/4. സോ λ ക്യാൻസൽ ഈക്വൽ ടു π/2 tan 90 ഡിഗ്രി എന്ന് പറയും, റൈറ്റ്? tan 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ എഗെയിൻ Z0 എന്ന് പറയുന്നത് R0 ആണ്. സോ R0 പ്ലസ് JZL എന്ന് പറയുന്നത് R0/2 tan 90 ഡിഗ്രി. ബട്ട് tan 90 ഡിഗ്രി നമുക്കറിയാം ഇൻഫിനിറ്റി ആണ്, റൈറ്റ്? tan 90 ഡിഗ്രി ഇൻഫിനിറ്റി ആണ്. സോ ഞാൻ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കൊണ്ടുവന്ന് tan 90 ഡിഗ്രി കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. സോ R0 ഇൻറ്റു R0/2 ഡിവൈഡഡ് ബൈ tan 90 ഡിഗ്രി. സോ എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് 0 പ്ലസ് JR0 ഡിവൈഡഡ് ബൈ എഗെയിൻ ഇവിടെയും tan 90 ഡിഗ്രി കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പം എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് 0 പ്ലസ് JR0/2 എന്ന് ഒപ്റ്റെയിൻ ചെയ്യും, റൈറ്റ്? സോ ഇതിൽ നിന്ന് JR0 ക്യാൻസൽ ആവും. ദാറ്റ് മീൻസ് Z ഇൻപുട്ട് ഈക്വൽ ടു 2R0 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സോ ഇപ്പോൾ നമ്മൾ R1 R2 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ ഇക്വലൻറ്റ് ഫിഗർ എഗെയിൻ വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു λ/8 ഇമ്പിഡൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന R1 ആണ് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. R1 എന്ന് പറയുന്നത് 2R0, റൈറ്റ്? 2R0 എന്നിട്ട് ഈ രീതിയിൽ വന്നു. എഗെയിൻ ഇവിടെ നിന്നും അടുത്ത ഒരു ലൈനുണ്ട്. അവിടെ നമുക്ക് വന്നിരിക്കുന്ന ഇമ്പിഡൻസ് ഇപ്പോൾ R2 ആയിട്ടാണ്. R2 വന്നതും 2R0 ആയിട്ടാണ്, റൈറ്റ്?
അപ്പം ഇനി ഈ രണ്ട് പാരലൽ കോമ്പിനേഷന് ഇമ്പിഡൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു λ/8 ലൈനുണ്ട്. നെക്സ്റ്റ് ആ പാരലൽ കോമ്പിനേഷനിലുള്ള ഇമ്പിഡൻസ് ആണ്. നമുക്കറിയാം സെയിം ഇമ്പിഡൻസസ് ആണ്. സെയിം ഇമ്പിഡൻസസ് പാരലി കണക്ട് ചെയ്താൽ ഇമ്പിഡൻസ് ഹാഫ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും. 2R0 × 2R0 രണ്ട് ഇമ്പിഡൻസ് പാരലാണ്. 2R0 × 2R0 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്, റൈറ്റ്? R1 R2 ബൈ R1 + R2 4R0. ദാറ്റ് മീൻസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് R0 ആയിട്ട് തന്നെ ഒപ്റ്റെയിൻ ഉണ്ടാവും, റൈറ്റ്? 2ഉം 2ഉം ക്യാൻസൽ ആവുന്നു, R0 ആയിട്ട് തന്നെ ആവുന്നു. സോ എൻ്റെ സർക്യൂട്ട് ഈ ഫോമിൽ ചേഞ്ച് ആയി കഴിഞ്ഞു. എഗെയിൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതേ എക്സ്പ്രഷൻ തന്നെ അപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഇസഡ് ഇൻപുട്ട് എഗെയിൻ ഈക്വൽ ടു Z0 ഈ കേസിൽ ക്വസ്റ്റ്യന് തന്നിരുന്നത് R0 ആയിട്ടാണ്. R0 × ZL ഇപ്പം R0 ആയിട്ട് മാറി, പ്ലസ് ജെ എഗെയിൻ Z0 എന്ന് പറയുന്നത് R0 tan λ/8 ലൈനാണ്. അതാണ് ഇവിടുത്തെ ഏക ഡിഫറൻസ് ഉള്ളത്. βL = 2π/λ, എഗെയിൻ L = λ/8 ആണ്. സോ λ ക്യാൻസൽ ആവുന്നു, π/4 എന്ന് കിട്ടും, റൈറ്റ്? സോ tan 45 ഡിഗ്രി, റൈറ്റ്, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് Z0 എന്ന് പറഞ്ഞാൽ R0 ആണ്, പ്ലസ് ജെ ZL R0 ആണ്, tan 45 ഡിഗ്രി. tan 45 ഡിഗ്രി നമുക്കറിയാം 1 ആണ്, റൈറ്റ്? 1 ആയതുകൊണ്ട് തന്നെ R0 × R0 + jR0 ഡിവൈഡഡ് ബൈ R0 + jR0. സോ ഇതും ക്യാൻസൽ ആവുന്നു, R0 ആയിട്ട് തന്നെ വന്നു, റൈറ്റ്? സോ ഇൻപുട്ട് ഇമ്പിഡൻസ് ഈക്വൽ ടു R0 ആയിട്ടാണ് നമുക്ക് ഒപ്റ്റെയിൻ ഉണ്ടാകുന്നത്. സോ ഈ ട്യൂട്ടോറിയലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ 3 meter ലോങ് ലോസ്ലെസ് എയർ ഫിൽഡ് ട്രാൻസ്മിഷൻ ലൈൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. Z0 = 120 pi ohm is terminated by a short circuit and is excited with a frequency of 37.5 MHz. Find the input impedance. So again input impedance in the expression എഴുതാം. Z input = Z0 × ZL പ്ലസ് again ഇവിടെ ലോസ്ലെസ് ലൈൻ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ tan H ഗാമ എല്ലിൻ്റെ ആവശ്യമില്ല. ഗാമ ആൽഫ 0 ആയി മാറുകയാണ്. സോ ബീറ്റയുടെ ടൈംസിൽ ഡിനോട്ട് ചെയ്താൽ മതി. സോ JZ0 tan βL ഡിവൈഡഡ് ബൈ Z0 പ്ലസ് JZL tan βL, റൈറ്റ്? ഇവിടെ βL നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യാം. β = 2π/λ, L = 3 meter, സോ 6π/λ. എഗെയിൻ ഇവിടെ ലാംഡയും കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കാരണം ഫ്രീക്വൻസി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം വെലോസിറ്റി = ഫ്രീക്വൻസി × വേവ് ലെന്ത് ആണെന്നറിയാം. സോ അതിൽ നിന്ന് λ = വെലോസിറ്റി ബൈ ഫ്രീക്വൻസി. വെലോസിറ്റി ഈസ് 3 × 10⁸ meter/second ആണ്. ഫ്രീക്വൻസി 37.5 MHz ആയിട്ട് തന്നിട്ടുണ്ട്. സോ λ ടേൺസ് ഔട്ട് ടു ബി 8 meter ആയിട്ട് വന്നു. സോ നമ്മുടെ βL = 6π/8 ഓർ 3π/4 ആയിട്ട് നമുക്ക് βL ഒപ്റ്റെയിൻ ചെയ്തു. സോ Z ഇൻപുട്ടിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എടുക്കാം. Z ഇൻപുട്ട് = Z0 ക്വസ്റ്റ്യന് തന്നിരുന്ന 120 pi എന്നാണ്. സോ 120 pi × ZL എന്ന് പറയുന്നത് 0 ആണ്. സോ 0 പ്ലസ് ജെ 120 pi tan 3π/4 ഡിവൈഡഡ് ബൈ Z0 എന്ന് പറയുന്നത് 120 pi പ്ലസ് JZL 0 ആണ്. സോ അത് നോക്കേണ്ട ആവശ്യമില്ല. 120 pi ക്യാൻസൽ ആവുന്നു. സോ ജെ 120 pi tan 3π/4. സോ അത് തന്നെയാണ് tan 135 ഡിഗ്രി, റൈറ്റ്? 3 × pi is 180 ഡിഗ്രി ബൈ 4. സോ ദാറ്റ് ഈസ് 180 ഡിഗ്രിയും 4ഉം പോകുമ്പോൾ 45 ഡിഗ്രി. സോ = 135 ഡിഗ്രി, റൈറ്റ്? സോ tan 135 ഡിഗ്രി എന്ന് പറയുന്നത് -1 ആണ്. സോ -j 120 pi ആയിട്ട് നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് ഒപ്റ്റെയിൻ ചെയ്യും, റൈറ്റ്? സോ -120 pi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ഇമ്പിഡൻസ് ബേസിക്കലി കപ്പാസിറ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.